അപ്പൊ ഹായ് എവ്രി വൺ. അപ്പൊ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യാണ്. വീട്ടില് ചെറിയൊരു ഫംഗ്ഷനും പിന്നെ അതേപോലെ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സെഷൻ ചെറിയൊരു ബ്രേക്ക് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇങ്ങനെ ഓക്കെ ബ്രേക്ക് ബ്രേക്ക് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, അപ്പോ അതിനുശേഷം നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്യാണ്. സോ ഹാപ്പി ടു സീ യു ഓൾ. ഓക്കെ. ഉം. അപ്പൊ നമുക്കിനി സെഷനിലേക്ക് പോകാം. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത് മടിയെ എങ്ങനെ മറികടക്കാം എന്നുള്ളത്. അപ്പൊ നമ്മള് മടി എന്ന് പറയുമ്പോൾ ആക്ച്വലി ലേസിനെസ് ആണ്. പക്ഷെ മലയാളത്തിൽ പ്രോക്രാസ്റ്റിനേഷൻ എന്താന്ന് എനിക്ക് വലിയ പിടുത്തല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയതാണ്. നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ ആണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഈ മടിയും പ്രോക്രാസ്റ്റിനേഷനും രണ്ടും രണ്ടാണ്. അതായത് പ്രോക്രാസ്റ്റിനേഷനും ലേസിനെസ് എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഈ ലേസിനെസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു കാര്യം ചെയ്യാനുള്ള മടി, അതായത് ചെയ്യൂല, നമ്മളതിങ്ങനെ ചെയ്യാതെ ഇരിക്കുക. അതായത് അതാണ് ലേസിനെസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ ഒക്കെ കൊടുത്താൽ എന്ത് ചെയ്യും, അവരത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ എന്നോട് പലരും ഇങ്ങനെ പറയാറുള്ള ഒരു കാര്യമാണ് എന്താണ്, ഉം, ഈ- ഇവളൊന്ന് മോട്ടിവേറ്റ് ചെയ്യില്ല, എങ്കിൽ ഇവനൊന്ന് പറഞ്ഞ് നന്നാക്കി തരും, ഒന്ന് ഉപദേശിക്കുക, ഒന്ന് അഡ്വൈസ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി അത് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്തതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന വന്നാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? മീൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവിടെ സൂചി വെക്കും അല്ലെ, പെയിൻ കില്ലർ വെക്കും. അപ്പം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുന്നേ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻ കില്ലർ വെക്കും. അപ്പൊ അതിന്റെ എഫക്റ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വേദനകൾ, അതായത് ആ മരുന്നിന്റെ തരിപ്പ് മാറിക്കഴിഞ്ഞാല് ആ വേദനകൾ പിന്നെയും വരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ മോട്ടിവേഷൻ ഇത്രയും എഫക്റ്റ് ഉള്ളൂ. അതൊരു ചെറിയ ഷോർട്ട് ടേം, അതായത് 2 3 ദിവസം കൂടി പോയാൽ ഒരാഴ്ച വരെ നിൽക്കുമായിരിക്കും. ഏഹ് അത്രമാത്രം ശക്തിയുള്ളൂ ആ മരുന്നിന് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറാനൊന്നും പോകുന്നില്ല. അതായത് ഒരാളില് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം ഒരാളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ മോട്ടിവേഷൻ കൊണ്ട് മാത്രം പറ്റൂല എന്ന്. അപ്പം എന്റെ കുട്ടികളൊന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുവാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ ഒരു ചെറിയ 5 10 മിനിറ്റ് കൊണ്ടുള്ള സംസാരം കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ നമുക്ക് മോട്ടിവേഷൻ അല്ല കൊടുക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ പറയുന്നത് മടീന്റെ കേസാണ്, പ്രോക്രാസ്റ്റിനേഷനിലെ മടി വേറെയാണ്, പ്രോക്രാസ്റ്റിനേഷൻ വേറെയാണ്. അപ്പൊ നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാല് ഈ സോറി, മടി വേറെ, പ്രോക്രാസ്റ്റിനേഷൻ വേറെ. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി, അതായത് നമ്മള് ഒരു കാര്യത്തിനെ നീട്ടിക്കൊണ്ടുപോവുക, ഡിലേ ചെയ്യുക എന്നുള്ളതാണ് പ്രോക്രാസ്റ്റിനേഷൻ. ഓക്കെ. നമുക്കൊരു കാര്യം എന്തായാലും ചെയ്യേണ്ട കാര്യമുണ്ട്, പക്ഷെ എന്നാൽ ആ ഒരു കാര്യത്തിനെ നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ ആ ഒരു കാര്യത്തിനെ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോവാം. അപ്പൊ നമുക്കൊരു അസൈൻമെന്റ് ഉണ്ട് സബ്മിറ്റ് ചെയ്യാൻ. ആ അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റ് ആവുന്നത് വരെ നമ്മൾ കാത്തുക. അതായത് നമുക്കത് ഇമ്പോർട്ടന്റ് ആണ്, അത് എന്തായാലും സബ്മിറ്റ് ചെയ്യണം എന്നാണ്. പക്ഷെ ആ ഡെഡ് ലൈനിന്റെ തൊട്ട് മുന്നേ നമ്മളത് ചെയ്യണം. അത്രയും കാലം നമുക്ക് സമയം ഉണ്ടാവും, ആഹ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ നമ്മൾ ആ അസൈൻമെന്റിനെ നമ്മൾ എന്ത് ചെയ്യും? നീട്ടി 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 കൊണ്ടുപോകുന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ പറയുക. അതായത് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ അതിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നീട്ടി വെക്കും, ഡിലേ ചെയ്ത് ഇങ്ങനെ 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 ഇട്ട് കളിപ്പിക്കും. ഇതാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു മോട്ടിവേഷൻ കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നല്ല. കാരണം പ്രോക്രാസ്റ്റിനേഷൻ ഒരു സൈക്കിളാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അതല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കും അല്ലെ? ആ ഒരു കാര്യമല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് തന്നെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ചിലപ്പം നമുക്ക് അർജന്റ് ആയിട്ട് അടുക്കള മീൻസ് വേറെ എന്തെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്താണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോൺ നോക്കി കളിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പോവാ, ഫ്രണ്ട്സിന്റെ കൂടെ പോവാ, പുറത്ത് പോവാ. ചെയ്യേണ്ടത് മാത്രം ചെയ്യൂല, എന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യവും നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു സൈക്കിളാണ്, ഇതൊരു പാറ്റേൺ ആണ്. അപ്പൊ ഇത് നമ്മളെ കുറിച്ചൊന്ന് അവെയർ ആയാൽ മതി. ലൈക്ക് എവിടേക്കാണ് എന്റെ ഈ പാറ്റേൺസ് വരുന്നത്, എവിടേക്കാണ് ഞാൻ എപ്പോഴും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന്.
അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് മടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് മടി എന്നുള്ളതല്ല കറക്റ്റ് വേർഡ് എങ്കിൽ കൂടി എനിക്ക് പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള സ്വഭാവം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പൊ അതിൽ വലിയൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മളിപ്പോ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സസൈസ് ചെയ്യണം എന്ന് പറയും. ഭക്ഷണം കഴിക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യണം. പക്ഷെ എക്സസൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചോയ്സ് ആണ്, വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ള മൂഡിലാണ് നമ്മൾ പലപ്പോഴും എടുക്കുക. പക്ഷെ ഇങ്ങനെ ഒന്ന് തന്നിട്ട് പോലും, അതായത് നമുക്ക് അത്രയ്ക്കും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും എങ്കിൽ എന്നിട്ടൊരു വാർണിംഗ് ആണ് ഡോക്ടർ തരുന്നത്, എന്നിട്ട് പോലും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എക്സസൈസ് ഇല്ല. രാവിലെ എന്ന് വെച്ചാൽ എന്തൊക്കെ പണിയുണ്ടാവും, ഓഫീസിൽ പോകുന്ന തിരക്കിലുണ്ടാവും, അടുക്കളയിൽ കയറണം, കുട്ടികളെ പറഞ്ഞേക്കണം, എന്തെല്ലാം ചുറ്റുപാടുണ്ട്. അതിന്റെ ഇടയിൽ ഈ ഒരു അരമണിക്കൂർ എക്സസൈസിന് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹെവി ടാസ്ക് ആണ്. അതായത് അത്രക്കും ഒഴിവാക്കരുത് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മളെങ്ങനെ ഈ നാളെ ചെയ്യാം, മറ്റന്നാൾ മറ്റന്നാൾ ചെയ്യാം, ഇന്നിപ്പോ അത് ചെയ്യണ്ടേ, ഇന്ന് ഇത് ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ നീട്ടി 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 കൊണ്ടുപോകും. അപ്പൊ അല്ലാതെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു അസൈൻമെന്റ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോകുന്ന ഒരു അസുഖം, ഇതാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയാണ് നമുക്കിത് ബ്രേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഈ പ്രോക്രാസ്റ്റിനേഷൻ നമ്മളൊരു സ്വഭാവമല്ല, അതൊരു ഹാബിറ്റ് ആയിട്ട് നമ്മളിലേക്ക് വന്നു പോയതാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല. നമ്മളിലേക്ക് എന്തിനോ, അതായത് നമുക്കൊരു സ്ട്രെസ് ഉണ്ടാവും. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി ചെയ്യാൻ പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു സ്ട്രെസ് വരുന്നുണ്ടാവും, ഒരു പെയിന് വരുന്നുണ്ടാവും. അപ്പൊ ഈ പെയിന് വരുമ്പം, സ്ട്രെസ് വരുമ്പം, ആ സ്ട്രെസ്സിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുന്നതാണ്. ബോഡി തന്നെ നമുക്ക് ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എക്സ്ക്യൂസസും കാരണങ്ങളും റീസൺസ് ഒക്കെ ഇട്ട് തന്നിട്ട് അതിനെങ്ങനെ ഡിലേ ആക്കി ചെയ്യുന്നത്. നമ്മളെ ബോഡി വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളെ ബോഡിക്ക് അറിയാം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പൊ ആ എക്സാമിന് പഠിക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രെസ്സാണ്. എന്താണ് നമ്മൾ ആലോചിക്കുന്നത്, ഓ ഇനിയിപ്പോ അത് പഠിച്ചുണ്ടാക്കണം, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ, എന്തോരം പഠിക്കാനുണ്ട്, എനിക്ക് വയ്യ, അതൊക്കെ പഠിച്ചിട്ട് ഇനി ഓർമ്മ ഉണ്ടാവും, അത് ഓർമ്മയിൽ സൂക്ഷിക്കും. ഇതൊരു വലിയ ടാസ്ക് ആണ് പഠനം എന്ന് പറയുന്നത്. പക്ഷെ പഠിക്കുന്നതിനേക്കാളും നമുക്ക് ചില സമയത്ത് നമുക്ക് സിമ്പിൾ ആയിരിക്കും എഴുതാന്നുള്ളത്. എഴുതാനും വല്ല പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ നോട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയത്, അല്ലെങ്കിൽ അസൈൻമെന്റ് ഫോൺ നോക്കിയത്, അതിങ്ങനെ നോക്കിയതിനെ പറയാം. അവിടെ എഫേർട്ട് എന്ന് പറഞ്ഞാല് വല്ലാണ്ട് എഫേർട്ട്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എനർജി ഇട്ടിട്ട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. മറ്റേതാകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് ഡിസ്ട്രാക്ഷൻസ് എന്നൊക്കെ മാറി നിന്ന് നമ്മളുടേതായ സമയവും സ്ഥലവും ഒക്കെ കണ്ടെത്തി അതിന് ഫുൾ എഫേർട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാ 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 എന്നുള്ള രീതിയിൽ നമുക്ക് പോയാൽ മതി. അപ്പൊ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരുമ്പോൾ അവിടെ നമുക്ക് സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ബോഡി, അതായത് നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് സയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് സ്ട്രെസ് തരുന്ന കാര്യങ്ങൾ, നമുക്ക് ഫിയർ തരുന്ന കാര്യങ്ങൾ, അത് നമ്മളെ ഒഴിവാക്കിയിട്ട് നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളെ കംഫർട്ട് സോണിൽ നിർത്താൻ വേണ്ടിയിട്ട് ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനെ എങ്ങനെ നീട്ടി വെക്കാൻ തുടങ്ങും. ആക്ച്വലി ഇത് ബ്രെയിനിന്റെ ഒരു കളിയാണ്. അപ്പൊ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് വരുന്നുണ്ട്, നമുക്ക് സ്ട്രെസ്ഫുൾ ആവും. അപ്പൊ ചിന്തിക്കുമ്പോ തന്നെ അവിടെ നമ്മളെ ബ്രെയിനിൽ രണ്ട് ഭാഗമുണ്ട്. അമിഗ്ദാല എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ട്. അവിടെ അമിഗ്ദാല എന്ന് പറയുന്നത് ഇമോഷൻസിന്റെ ഒരു സെന്ററാണ്. നമ്മളെ എല്ലാതരം ഇമോഷൻസ്, പേടി, ഹാപ്പിനെസ്, സ്ട്രെസ്, അങ്ങനെ എല്ലാ തരം ഇമോഷൻസും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സെന്ററാണ് അമിഗ്ദാല എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഇവിടെ ഇത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ എന്താണ് നമുക്ക് വേണ്ട ലോജിക്കലായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിന്തിക്കുന്നത്, നല്ല തോട്ട് പ്രോസസ്സ്, നമ്മുടെ തീരുമാനങ്ങളൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ നമുക്കൊരു ഗോൾ ഉണ്ട്, പഠിക്കണം എന്നുള്ള ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എക്സസൈസ് ചെയ്യണം എന്ന ഗോൾ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അതിന് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന് അറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാം. പക്ഷെ അത് നമുക്കൊരു സ്ട്രെസ് തരുന്നുണ്ട്. അവിടെ നമുക്ക് എന്തോ പഠിക്കുമ്പോൾ, പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ ഒരു പേടി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മളെ അത് ഹാം ചെയ്യുന്നുണ്ട്. നല്ല ഇമോഷൻ അല്ല നമ്മളെ ബോഡി ഡിറ്റക്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ ബ്രെയിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അമിഗ്ദാല, ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ഓവർ പവർ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളെങ്ങനെ സേഫ് ആക്കാൻ വേണ്ടി ശ്രമിക്കും, നമ്മളെങ്ങനെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്താക്കും, നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള അസുഖം വരും.
ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് റിലീഫാണ് അല്ലെ. പെയിൻ റിലീഫിന് നമ്മൾ മരുന്ന് കഴിക്കും പോലെയുള്ള ഒരു സംഭവമാണ്. നമ്മളെ സ്ട്രെസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ ബ്രെയിന് തന്നെ കൊണ്ടുവരുന്ന ഒരു ഹാബിറ്റാണ് എന്ത്, ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഈ ഒരു ഹാബിറ്റ് നമ്മളിൽ പല കാരണങ്ങൾ കൊണ്ട് വരാം. അത് ഒന്നാമത് വെച്ചാൽ ഫിയർ ആണ്. അതായത് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പഠിച്ച് മുന്നിലേക്ക് എത്താൻ പറ്റില്ലേ, അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുമോ. കാരണം നമ്മുടെ പഴയ കാല എക്സ്പീരിയൻസസ് ഒക്കെ, അനുഭവങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. അപ്പൊ അവിടെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സ്ട്രെസ്സാണ്, നമുക്ക് ഫിയർ ആണ്. എനിക്ക് സക്സസ് ആവാൻ പറ്റില്ല, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല, എന്റെ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെ രീതിയിൽ നമ്മൾ അതിങ്ങനെ ചിന്തിച്ചെടുക്കുമ്പോൾ അവിടെ നമുക്കൊരു ഫിയർ എലമെന്റ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അമിഗ്ഡാലയിൽ അഡ്രിനാലിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ ബോഡിയിലേക്ക് അത് വരും. ഈ ഹോർമോൺ ഇങ്ങനെ ബോഡിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ബോഡിയിൽ ഈ ഒരു അപകടം, ഈ ഒരു ഭീഷണി അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കാം. അത് നമ്മളെ പ്രൊട്ടക്ട്, പക്ഷെ എന്താണ് ശരി എന്നുള്ളത് നമ്മളെ മുന്നിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന് മാത്രമേ അറിയൂ. ലോങ് ടേമിൽ നമ്മൾ പഠിച്ച് ജോലി നേടി സക്സസ് ആകുന്നതാണ് നമുക്ക് നല്ലത്, നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. പക്ഷെ അതിനേക്കാളും ഇമോഷൻസ് അവിടെ ഓവർ പവർ ചെയ്യുമ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് നമ്മളെ നേരെ തിരിച്ചിട്ട് ബാക്കോട്ടേക്കാണ്. നമ്മൾ അതിൽ നിന്ന് നമ്മളെ ഫോക്കസ് നേരെ തിരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആവും. ചിലപ്പോൾ ഫോൺ നോക്കും, ചിലപ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതായത് അത്ര തന്നെ സ്ട്രെസ്ഫുൾ അല്ലാത്ത വേറെ കാര്യങ്ങൾ, ചിലപ്പോൾ വീട് ക്ലീൻ ആക്കുക. വീട് ക്ലീൻ ആക്കൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിരിക്കും വേറെ എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീട് ക്ലീൻ ആക്കാതെ പറ്റൂലല്ലോ, വീട് എന്തായാലും വൃത്തിയിൽ സൂക്ഷിക്കുക, ആരെങ്കിലും വന്നാലും വെച്ച് അത് കുറച്ചുകൂടി സ്ട്രെസ് കുറവുള്ള ഒരു പണി. അപ്പൊ നമ്മൾ വേഗം നമ്മളെ ടാസ്ക് മാറ്റിയിട്ട് ഈ ലെസ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവാൻ നോക്കും. ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ എല്ലാവരിലും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പം ഇതൊരു ട്രോമ ബേസ്ഡ് ആയിട്ടും വരാം. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ട്രോമ ബേസ്ഡ് ആയിട്ടും വരാം. അതായത് നമ്മുടെ ചൈൽഡ്ഹുഡില് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഈ ട്രോമാസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്തോ വലിയ സംഭവം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ചൈൽഡ് അബ്യൂസ് ഉണ്ടാവുക, അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര വയലൻസ്, അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ട്രോമ അബ്യൂസ് അല്ലെങ്കിൽ ട്രോമ എന്ന് പറയുമ്പോൾ പലർക്കും തോന്നും. പക്ഷെ അതൊന്നും അല്ല ട്രോമ എന്ന് പറയുന്നത്. അതൊരു ട്രോമയാണ്, പക്ഷെ അതിനേക്കാൾ വേറൊരു വേർഷൻ ഉണ്ട്. അതായത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു വേർഷൻ ഉണ്ട്. അതായത് നമ്മളെ വീട്ടിൽ ഇപ്പൊ നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ നല്ലതല്ല, അല്ലെങ്കിൽ നമ്മളെ വെച്ചിട്ട് നമ്മളെ സിബ്ലിങ്സിന് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയായിട്ട് നമ്മളെങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള തോട്ട് വരും. നമ്മളെ സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും, നമ്മളെ സെൽഫ് വർത്ത് വളരെ കുറവായിരിക്കും. അപ്പം ഇങ്ങനെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, എന്ത് കാര്യം ചെയ്താലും കുറ്റപ്പെടുത്താറ്, എന്തിനും ഒരു കുറ്റം കണ്ടിരിക്കും. എത്ര നല്ലോണം ചെയ്തു കൊടുത്താലും ഇതെന്താ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതേനു എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പം നമ്മളെ മനസ്സിൽ അതൊരു ട്രോമ ആയിട്ട് പറയും. അതായത് ഞാൻ നല്ലതല്ല, ഞാൻ അത്ര പോരാ, എന്നെ കൊണ്ട് ഇത് ഇത്രയും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല, ഞാൻ കഴിവില്ലാത്തവളാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ബിലീഫ്സ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെയുള്ള നെഗറ്റീവ് ബിലീഫ്സ് നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഈ ബിലീഫിന്റെ ബേസിലായിരിക്കും പിന്നെ നമ്മൾ ജീവിക്കുക. ഇങ്ങനെ ഒരു ബിലീഫ് നമ്മളെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിക്കണം, പഠിച്ചിട്ട് ജോലി നേടണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എന്താണ്, എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല, എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല, ഞാനൊരു പൊട്ടത്തിയാണ്, ഇങ്ങനെ കുറെ അഫർമേഷൻസ് നമ്മൾ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു സംഭവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലായിരിക്കും പ്രോക്രാസ്റ്റിനേഷൻ വഴി ആയിരിക്കും നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും കാര്യങ്ങളെ റിപ്പീറ്റഡ് നമ്മൾ പാറ്റേൺ നോക്കുക, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ മടിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിലേ ആക്കി പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു പാറ്റേൺ ആയിട്ട്, ഇതൊരു സൈക്കിൾ ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. ഒന്നുകിൽ അത് ട്രോമ ബേസ്ഡ് ആയിരിക്കാം, നമ്മുടെ ചൈൽഡ്ഹുഡില് നമുക്ക് കിട്ടാതെ പോയ ആ ഒരു അപ്രീഷിയേഷൻ ആയിരിക്കാം, നമ്മളെ അൺമെറ്റ് ആയിട്ടുള്ള നീഡ്സ് ആയിരിക്കാം. അപ്പം ഇവിടെ നമുക്ക് അവിടെ ഒരു ത്രെട്ട്, ഒരു ഭീഷണി നമ്മളെ ബോഡി, നമ്മളെ ബ്രെയിൻ ഡിറ്റക്ട് ചെയ്യാണ്. അതെ, നമ്മൾ ഒരു ഭീഷണി, അതായത് നമുക്കൊരു വേദന ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു വേദന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ വേദന, ആ കുട്ടി, നമ്മളിൽ ആ കുട്ടിക്ക് ആ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക്
പിന്നെ ഇനിയും ആ വേദന അനുഭവിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, ഇനിയും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ഓൾറെഡി ഇത് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെ സേഫ് ആക്കാൻ, നമ്മളെ ഉള്ളിലുള്ള കുട്ടീനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യും, ഈ പ്രോക്രാസ്റ്റിനേഷൻ ഇട്ട് വരുന്നത്. ഇങ്ങനെയാണ് ട്രോമ വഴി, അതായത് ഇതിന്റെ പിന്നിൽ ട്രോമ ഉണ്ടാവാം എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്ന് നോക്കുമ്പോൾ ജേർണൽ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇതുപോലെ എന്തെങ്കിലും ഒരു പാറ്റേൺസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജസ്റ്റ് ജേർണൽ ചെയ്യാം. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ വരുന്നു, ഇതിന്റെ പിന്നിലുള്ള റീസൺ എന്താണ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഓക്കെ, എനിക്ക് പഠിക്കണം, ഇപ്പൊ എക്സാം ഉണ്ട്, പഠിക്കണമെന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് പഠിക്കണം എന്നുള്ള ആ ഒരു ഇമ്പൾസ് വരുന്നില്ല, എന്തിനെയാണ് ഞാൻ പേടിക്കുന്നത്, എനിക്ക് സക്സസിനെ പേടിയുണ്ടോ. അതായത് സക്സസ് എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി ആണ്, ഉത്തരവാദിത്തമാണ്. അപ്പൊ ചിലരുണ്ടാവും എനിക്ക് ഭയങ്കര സക്സസ്ഫുൾ ആവാൻ ഇഷ്ടമാണ്, അപ്പൊ എന്നിട്ട് വേറെ ഉള്ളവരെ മോഡലൊക്കെ ആക്കി വെച്ചിട്ട് ഞാനും ഒരു സമയത്ത്, ഞാനും ഒരു കാലത്ത്, ഞാനും അങ്ങനെ ആയി തീരുമെന്നൊക്കെ പറയും. പക്ഷെ ഒരു വകക്ക് ഒരു പണിയെടുക്കൂല, ഇങ്ങനെ ഡേ ഡ്രീം, പകൽക്കിനാവ് കാണാന്ന് പറയും അല്ലെ. ഞാനും അതുപോലെ, ഞാനൊരു കാർ വാങ്ങും, ഞാനൊരു വീട് വെക്കും, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ വലിയ പൊസിഷനിൽ നിൽക്കും. പക്ഷെ ഇങ്ങനൊക്കെ വീമ്പടിക്കാന്നല്ലാണ്ട് ഒരു പണി അവരുടെ സൈഡിൽ നിന്നും ഒരു തരി ആക്ഷന് പോലും അവരെടുക്കുന്നില്ല. ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് അവർക്ക് കഴിയുന്നില്ല. മേ ബി ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് എന്താണ്, ട്രോമ ആയിരിക്കാം, അത് നമുക്ക് പറയാനില്ല. അപ്പൊ നമ്മൾ നോക്കുക, ജേർണൽ ചെയ്തിട്ട് നോക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് അതിലേക്ക് എത്താൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് പറയാൻ പറ്റാത്തത്, ചെയ്യാൻ പറ്റാത്തത് എന്നത്. അപ്പൊ ഈ ഒരു സംഭവം നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ജേർണൽ ചെയ്ത ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിന്റെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ തിരക്കിട്ട് പോയിട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. രാവിലെ ഒക്കെ എഴുന്നേറ്റ് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പീസ്ഫുൾ ആയിട്ട് നിന്ന് അവെയർ ആയ കാര്യത്തിനെ കുറിച്ച് ഒന്ന് ജേർണൽ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും പല കാര്യത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണാണല്ലേ ഇപ്പൊ ഫുൾ യൂസ് ചെയ്യല്. ഇപ്പൊ എന്നെ കൊണ്ടാകുന്നില്ല പണി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോൺ എടുത്തിട്ട് നമ്മൾ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ ഈ ബ്രെയിൻ എപ്പോഴും എന്ത് വേണം, ഡോപ്പമൈൻ വേണം, ഹാപ്പിനെസ് വേണം. ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് തരുന്ന ഹോർമോണാണ്. അപ്പം നമുക്ക് ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മുടെ ബോഡി പറയും സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് കുറച്ച് സന്തോഷം എവിടെയെങ്കിലും ഒന്ന് കണ്ടെത്തും. അപ്പൊ ആ സന്തോഷം കണ്ടെത്താനാണ് പലപ്പോഴും നമ്മൾ ഫോണ് തെരഞ്ഞു പോലെ, ഫോണിലെ റീൽസ് കാണല്, ഫോണിലെ വീഡിയോസ് കാണല്, TV കാണല്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതായത് എന്തെങ്കിലും ഇതില് നമുക്ക് ഉപകാരമില്ലാത്ത എന്തെങ്കിലും ഇതിൽ നമ്മൾ ലൂസ് സ്റ്റോക്ക് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ആക്ച്വലി ഇത് നമ്മളെ ഈ സോഷ്യൽ മീഡിയ ബ്രാൻഡ്സിന് എല്ലാവർക്കും നമ്മളെ ഈ ഹ്യൂമൻ സൈക്കോളജി, ഹ്യൂമൻ ബ്രെയിനിന്റെ ഫംഗ്ഷൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ആ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ, അതായത് പെട്ടെന്ന് കിട്ടുന്ന ആനന്ദം, ആ ഒരു ഹാപ്പിനെസ് ഇവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫോൺ തുറന്ന് നമ്മളത് റീൽസ് കാണുമ്പോൾ നമ്മൾ ശരിക്കും അതിലിങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവാം. ചിലപ്പോൾ നമുക്ക് സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഒരു 5-10 മിനിറ്റ് നമ്മൾ കാണാനായിരിക്കും, പക്ഷെ നമ്മൾ എത്ര മണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂറിലേക്ക് വരെ അത് എത്തിയിട്ടുണ്ടാവും. കാരണം നമ്മൾ അതിലിങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയി. അപ്പൊ ആക്ച്വലി അവരിത് നന്നായിട്ട് നമ്മളെ മുതലെടുക്കുന്നുണ്ട്. ഏത്, നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആക്കാൻ അവർ നല്ല രീതിയിൽ തന്നെ അത് മുതലെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, മറ്റുള്ള ആൾക്കാരിൽ ഇൻഫ്ലുവൻസ്, വീഡിയോസിൽ ഇൻഫ്ലുവൻസ് ആവുക എന്ന് പറയുമ്പോൾ നമ്മളോട് ആർക്കോ എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിക്കുന്നു, ആ പറയുന്നത് കേൾക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ്, നമ്മൾ നമ്മളെ തന്നെ സമ്മതിച്ചു കൊടുക്കുക. അതിൽ നമുക്ക് കാര്യമുണ്ടോ ഇല്ലേ എന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്യാതെ നമ്മൾ അങ്ങോട്ട് കിടന്ന് മരിക്കുകയാണ് റീൽസ്. നമ്മൾ വി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്, മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടാനും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനും നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതാണ് ഈ ആക്ച്വലി എല്ലാ സോഷ്യൽ മീഡിയാസും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രോക്രാസ്റ്റിനേഷൻ വഴി നമുക്ക് കണ്ടെത്തുന്ന ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഈ പെട്ടെന്ന് കിട്ടുന്ന ഈ സന്തോഷം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്ന ഒരു രീതിയിലേക്കാണ് അത് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇനി ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തിനാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ എന്റെ ഗോളിനെ ആണോ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ്ഡ് ആവാനാണോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ചൂസ് ചെയ്യുന്നത് എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. എന്നിട്ട് വേണം അതിലേക്ക് ഇരിക്കാൻ എന്നുള്ളതാണ്. കാരണം ഈ എന്തോ ഒരു ട്രോമന്റെ ബേസിൽ നമ്മളെ ജീവിതം മുഴുവൻ ഇങ്ങനെ കളഞ്ഞു കുളിക്കാനുള്ളതല്ല, അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെന്ന് തോന്നുക, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുക. അല്ലാണ്ട് ഈ റീൽസ് കൊണ്ടൊക്കെ നമുക്ക് ഹാപ്പിനെസ് ആണ്, നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും ഒക്കെ കാര്യം തന്നെയാണ്. പക്ഷെ അത് ആ ഒരു നിമിഷം മാത്രല്ലേ നമുക്ക് കിട്ടുള്ളൂ. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടുമോ ഇല്ല. കുറെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്ന് 5 മിനിറ്റ് റീൽസ് കണ്ടിരുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കോ?
പറയുമോ, ഞാൻ അന്ന് കണ്ട മൂവിയാണ് എന്നെ എന്നെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് നമ്മൾ പറയും? ഇല്ല. അതൊക്കെ വെറും ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് ആണ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും നമ്മളെ സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഗോളിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ, അത് പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, ഭയങ്കര തൃപ്തി ആയിരിക്കും. ഞാൻ അത്ര ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും ഞാൻ അങ്ങനെ ചെയ്തു, അതെന്നെ എന്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് പറയും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് പോകുന്നതിന് പകരം നമ്മൾ എപ്പോഴും ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ലോജിക്കലി ചിന്തിക്കുന്ന ഭാഗം, അതിനറിയാം നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമുക്ക് വേണ്ടിയതൊക്കെ അതിനറിയാം. അതിനെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി, അതായത് നമ്മുടെ ഇമോഷൻസിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിന് പകരം ആ നല്ല ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോവുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല തീരുമാനങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് മൊത്തം ഇമോഷണൽ. എങ്ങനെ ഇമോഷൻസ് ഉണ്ടാവുക? നമ്മളെ ബ്രെയിന് കുറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺസ് നമ്മളെ ബോഡിയിൽ ഇങ്ങനെ ഫ്ലഡ് ബ്ലഡിലൂടെ അതിങ്ങനെ ഒഴുകും. അപ്പൊ ഓരോ സെല്ലിലും ഫിയർ ആണെങ്കിൽ പേടി നമ്മളെ ശരീരത്തെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കും. സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് വരും. ഇതൊക്കെ നമ്മളെ ബോഡിയിലൂടെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. പക്ഷെ ഈ ഇമോഷൻസിനെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അതെന്നോ പണ്ടത്തെ എന്തോ എന്തോ അനുഭവങ്ങളുടെ പേരിൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അത് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. ഈ ഇമോഷൻസിനെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ കഴിഞ്ഞു. അതല്ല സത്യം എന്നുള്ളതാണ്. കാരണം ഇമോഷൻസിനെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഒരിക്കൽ നമ്മൾ എന്തോ കണ്ട് പേടിച്ച് പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇപ്പൊ നമ്മൾ പറയില്ലേ, പൂച്ചന്റെ കാര്യമൊക്കെ നമ്മൾ പറയില്ലേ, ചുടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഏതോ ഒരു ലൈഫ് സിറ്റുവേഷനിൽ എന്തോ കണ്ട് പേടിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ പിന്നെയും പിന്നെയും പേടി വരുന്നുണ്ടെങ്കിൽ അത് റിയാലിറ്റി അല്ല. അത് റിയാലിറ്റി അല്ല. അതെന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന എന്തോ ഒരു പാറ്റേൺ ആണ്. അവിടെ നമുക്ക് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ പ്രോക്രാസ്റ്റിനേഷൻ, ഇങ്ങനെ മടി പിടിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റണം. നമ്മുടെ ചിന്തകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട്, നല്ല ചിന്തകളിൽ, ക്വാളിറ്റി തോട്ട്സിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റണം. അല്ലാതെ നമ്മുടെ ഇമോഷൻസിലല്ല നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുക. അങ്ങനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമ്പോൾ നമുക്ക് വളർച്ച ഉണ്ടാവും, സെൽഫ് ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് നമ്മളെ നറിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, നമ്മളെ നെർച്ചർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ലോകത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇമോഷൻസിലാണ് നമ്മൾ റണ്ണ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മള് കുട്ടികളെ അടിച്ചിട്ട് രണ്ടടി അടിക്കും. അപ്പൊ അവിടെ എന്താണ്, എന്നിട്ടാണ് പിന്നെ ആലോചിക്കുക, എന്തിനാ ഞാൻ ഒരു ആവശ്യമില്ലാതെ ദേഷ്യം പിടിച്ചത്. അപ്പൊ ഇമോഷൻസിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, ഇമോഷൻസിലല്ല നമ്മളെ ലൈഫിനെ റൺ ചെയ്യേണ്ടത്, അങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത്. പകരം നമ്മൾ ഇങ്ങനെ ഇമോഷൻസ് അല്ല എന്റെ ലൈഫ് എന്ന് ചിന്തിച്ചിട്ട് അതിന്റെ അപ്പുറത്തെ സൈഡ് എന്താണ് നോക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതിന് നമുക്ക് ക്ലാരിറ്റി വേണം, അതിന് നമുക്ക് അവയർനെസ് വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ലൈഫിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇതാണ് ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് എങ്ങനെ നമ്മളെ ഉള്ളിൽ പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ freedom ഉണ്ടാവും? അപ്പം മനസ്സിലാവും. അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ്, ഒന്നാമത്തെ ഒരു കാര്യമാണ് ജേർണലിംഗ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, നമുക്ക് അതിയായിട്ട് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല, നമ്മളിങ്ങനെ വഴിവിട്ട് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ച് ഇങ്ങനെ അതിന് മാത്രം ശ്രദ്ധിക്കാതെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ ജേർണൽ ചെയ്യാം. ജേർണൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റിയും അതും ഇത് എല്ലാം കിട്ടും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ട്രോമാസുമായിട്ട് ഇത് നമ്മൾ ഇരുന്നാൽ മതി. അത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. അതായത് നമ്മൾ ആ ഒരു പീസ്ഫുൾനെസ്സോട് കൂടി നമ്മൾ അവിടെ ഇരുന്നാൽ നമുക്ക് നമ്മളെ ചൈൽഡ് ലൈഫിൽ ഉണ്ടായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ കയറിപ്പോയ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കാം എന്നുള്ളത്. ഇങ്ങനെ റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന്റെ റീസൺസ് തന്നെ ഇല്ലാതാക്കി നമുക്ക് ആ ഒരു ഭാഗം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഇതേപോലെ തന്നെയുള്ള വേറൊരു നമുക്ക് പ്രാക്ടിക്കൽ ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇപ്പം ഒരു ഈ ഇപ്പൊ വലിയൊരു ഗോളാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നാളെ എക്സാം ഉണ്ട്, 10 ചാപ്റ്റർ പഠിക്കാനുണ്ട്. 10 ചാപ്റ്റർ പഠിക്കുന്നതിനെ കുറിച്ചായിരിക്കും എന്റെ പഠിച്ചോനെ, 10 ചാപ്റ്റർ ഇത് എങ്ങനെ ഞാൻ തീർക്കും? അത് 10 എന്നുള്ള ആ ഒരു സംഖ്യയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ അതേസമയം നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. രാവിലെ ഒന്ന്, 10 കുറച്ച് കൂടുതലായി പോയി തോന്നില്ലേ, അപ്പൊ ഒരു 5 ചാപ്റ്റർ ആക്കാം. അപ്പൊ അത് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി, ഒന്ന് ഏർലി മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു 5 ഭാഗങ്ങളായിട്ട് 5 സമയത്തേക്ക് നമ്മൾ നിശ്ചിതമായിട്ട് വെക്കുകയാണെങ്കിൽ ഓക്കെ,
ഈ സമയത്ത് ഇത് എന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിനെസ് ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിൽ എക്സസൈസ് ചെയ്യാൻ പോകുന്നത് 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം എന്നാണ് ട്രെയിനർ പറഞ്ഞത്. 1 മണിക്കൂർ എന്നെ കൊണ്ട് വയ്യ, നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ സ്മോൾ സ്റ്റെപ്പ് ആക്കി വെക്കാം. ആദ്യത്തെ ദിവസം 5 മിനിറ്റ് പോകാം, രണ്ടാമത്തെ ദിവസം 10 മിനിറ്റ് ആക്കാം, മൂന്നാമത്തെ ദിവസം 15 മിനിറ്റ്, ഇങ്ങനെ ചെറിയ 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 സ്റ്റെപ്പ് ആക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇതൊരു സ്റ്റെയർ കേസ് മോഡൽ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ താഴത്ത് ഒന്നാമത്തെ സ്റ്റെയർ കേസിൽ നിന്നിട്ട് നമ്മൾ 10ാമത്തെ സ്റ്റെയർ കേസിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് ചാടാൻ പറ്റില്ല. അതിനെന്താ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ കയറി 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 പോകാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ഗോൾസിനെ നമ്മൾ ചെറിയ 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 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്താ, ഒന്ന് അച്ചീവ് ചെയ്താൽ തന്നെ നമുക്ക് സന്തോഷമാണ്. പിന്നെ അടുത്തതിലേക്ക് പോകാനും നമുക്കൊരു മോട്ടിവേഷൻ. അപ്പൊ മോട്ടിവേഷന്റെ കാര്യം പറയുമ്പോൾ, മോട്ടിവേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത്. മോട്ടിവേറ്റ് ചെയ്തിട്ടല്ല ആക്ഷൻ എടുക്കേണ്ടത്, നമ്മൾ ആക്ഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവേണ്ടത്. എല്ലാവരും വിചാരിക്കും മോട്ടിവേറ്റ് ചെയ്തത് ഇപ്പൊ മരുന്ന് സിറിഞ്ചിലൂടെ കുത്തിവെക്കുന്ന പോലെ മോട്ടിവേറ്റ് ചെയ്താൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാനാവില്ല. അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത്, ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ആ ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ താനേ മോട്ടിവേറ്റഡ് ആവും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുമെന്നാണ്. അതിനർത്ഥം തിരെ മോട്ടിവേഷൻ വേണ്ട എന്നൊന്നുമല്ല. ഇപ്പൊ പലപ്പോഴും നമുക്ക് മോട്ടിവേഷൻ വേണം. നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഡൗൺ ആയി പോവുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ പിന്നെയും നമുക്ക് നമ്മുടെ പഴയ ഫോമിലേക്ക്, പഴയ എനർജി, അല്ലെങ്കിൽ കൂടുതൽ എനർജിയോട് കൂടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ മോട്ടിവേഷൻ പറ്റും. പക്ഷെ ഈ മോട്ടിവേഷൻ കൊണ്ട് നമ്മുടെ ലൈഫ് മൊത്തം മാറും എന്ന് വിചാരിക്കുന്നത്, അവിടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ്. അവിടെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പിലാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, പലപ്പോഴും നമ്മളൊരു പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു മുഖമുദ്ര നമ്മളിലേക്ക് വെച്ച് തന്നിട്ടുണ്ടാവും. നീ ആ ടൈപ്പ് അല്ലേ, നിന്നോട് പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമല്ലോ, ഒരു കാര്യം പറഞ്ഞ നേരവണ്ണം ചെയ്യൂലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അങ്ങനെയല്ല. അത് നമ്മളിൽ വന്നു ചേർന്ന ഒരു ഹാബിറ്റാണ്. അപ്പൊ ഈ ഹാബിറ്റ് ഉണ്ടാവാന്, ഈ ഒരു ഹാബിറ്റ് ഉണ്ടാവാൻ നമ്മൾ ഒരു ട്രിഗർ ഉണ്ട്. അതായത് നമുക്ക് എപ്പോഴും ഒരു സ്ട്രെസ് വന്നു, ആ സ്ട്രെസ് വന്നപ്പം ആ സ്ട്രെസ് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കി, അതിൽ നിന്നും ഒഴിവാവാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നതപ്പോ നമുക്ക് എന്തായി, ഇത് ചെയ്താൽ എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ പോകാതെ നിൽക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമുക്ക് സ്ട്രെസ് റിലീവ്ഡ് ആണ്. അങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സൈക്കിൾ നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, എന്തുകൊണ്ടാണ് എനിക്ക് സ്ട്രെസ് വരുന്നത് എന്ന് ആലോചിച്ച് അതിന്റെ പിന്നാലെ പോകുന്നതിന് പകരം വേറൊരു രീതി എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് അവോയ്ഡ് ചെയ്യുന്നത്, ഏത് കാര്യത്തിനെ നേരിടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് നമ്മൾ ഒഴിവായി പോകുന്നത്, എന്തിനെ അഭിമുഖീകരിക്കുന്നതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ വഴി മാറി പോകുന്നത് എന്ന് നോക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സസൈസ് ആണ്. എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പൊ 1 മണിക്കൂർ എന്ന് ആലോചിക്കുമ്പോൾ എന്താണ്, പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാ, രാവിലെ ഈ മഴക്കാലത്ത് മൂടി പൊതിച്ച് ഉറങ്ങുന്ന ഒരാൾക്ക് നല്ല മഴയുണ്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങാനേ തോന്നും. അപ്പൊ എക്സസൈസിനെ കുറിച്ച് ഇനിയിപ്പൊ നാളെ തുടങ്ങാന്ന് വിചാരിക്കും. ആ ഒരു രീതിയിലാണ് നിൽക്കുക. പക്ഷെ നമുക്ക് ഇതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ആ ബ്ലാങ്കറ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ചോദിക്കുക, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ്, എന്നിട്ട് ആ മെഷീന്റെ, അതായത് എക്സസൈസ് ചെയ്യുന്ന മെഷീന്റെ അടുത്ത് അല്ലെങ്കിൽ യോഗ മാറ്റിൽ എവിടെയാണോ പോയി നിൽക്കേണ്ടത് എന്നിട്ട് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് ഫസ്റ്റ് ഡേ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം നിങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ആക്ഷൻ എടുത്ത് തുടങ്ങുക, ആക്ഷനിലാണ് സീക്രട്ട് ഉള്ളത്. ഇപ്പൊ ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റഡി തന്നെ ഉണ്ട്, പല ആൾക്കാരും, ഒരു 80% ആൾക്കാരും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കൊണ്ടുപോയിക്കോളും. സ്റ്റാർട്ട് ചെയ്യാനാണ്. എഞ്ചിന് സ്റ്റാർട്ട് ആയാൽ അതങ്ങനെ കാർ ഓടിക്കും. പക്ഷെ ചില വണ്ടികളൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഉന്തലായിരിക്കും, വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല, പക്ഷെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അതിങ്ങനെ പോയിക്കോളും. ഇതേപോലെയാണ് 80% ആൾക്കാരും എന്ന് പറയുന്നത്. അവരെ സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നമല്ല, പക്ഷെ സ്റ്റാർട്ട് ആവാനാണ് ഈ ബുദ്ധിമുട്ട്. ഈ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം ആക്ഷൻ എടുക്കുക. ഞാൻ ഇനി എന്ത് ആക്ഷനാണ് ഇതിനു വേണ്ടി അടുത്തത് എടുക്കേണ്ടത്. അത് ചിലപ്പോൾ ഒന്ന് പല്ല് തേക്കാനായിരിക്കും, ചിലപ്പോൾ മെഷീൻ്റെ അടുത്ത് പോയി നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടാനായിരിക്കും. എക്സസൈസ് ചെയ്യുമ്പോൾ ആ എക്സസൈസിങ് ഡ്രസ്സ് എന്താണോ ഉള്ളത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം M7 ഒക്കെ ഉള്ള കാലത്താണല്ലോ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയാവും, ആ ഡ്രസ്സ് ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ പിന്നെ നമ്മൾ ഓണം. പിന്നെ നമ്മൾ എല്ലാരെയും കാണുമ്പോൾ വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകുക. പക്ഷെ അങ്ങനെ ഇറങ്ങി കിട്ടുക എന്നല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ആ ഇറങ്ങുക, വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക, എന്നിട്ട് ചിന്തിക്കുക എന്താ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ആക്ഷൻ എടുക്കുമെന്നുള്ളത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ആക്ഷൻ എടുത്ത് തുടങ്ങുക.
ആക്ഷൻ എടുത്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുക. ആക്ഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് ഒരു സ്പിരിച്വൽ പോലെ ഞാൻ സ്പിരിച്വൽ കണക്ഷൻ വെച്ചിട്ട് ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മള് അപ്പം ഈ മറിയം ബീവി അല്ലെ, അതായത് ഈസാ നബിയുടെ അമ്മ, അല്ലെങ്കിൽ ഈ ക്രൈസ്റ്റിന്റെ അമ്മ എന്നൊക്കെ പറയും അല്ലെ. അപ്പം ഈ മറിയം ബീവി പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. കാരണം അവരെന്ന് പറഞ്ഞാൽ ദൈവം ഏറ്റെടുത്ത ആളാണ്. ഓക്കെ, ദൈവം ഏറ്റെടുത്ത ആളാണ് മറിയം ബീവി എന്ന് പറയുന്നത്. അപ്പം ഗർഭിണി ആയിരിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഭയങ്കര അവശതായിരിക്കും, ക്ഷീണായിരിക്കും, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പൊ അവരൊരു ഈന്തപ്പന ചോട്ടില് ഇരുന്നപ്പം സൃഷ്ടാവ് പറയുന്നുണ്ട് എന്ത്, നീ അതൊന്ന് പിടിച്ചു കുലുക്ക്, അപ്പൊ ഈന്തപ്പഴം അതായത് ഡേറ്റ്സ് താഴോട്ട് വീകും എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ അത്രയും ആവശ്യമായിട്ട് നിൽക്കുന്ന, ദുർബലയായിട്ട് നിൽക്കുന്ന മറിയം ബീവിനോട് പോലും എന്താണ് പഠിച്ചോൻ പറയുന്നത്? പ്രവർത്തിക്കാനാ പറയുന്നത്, ആക്ഷൻ എടുക്കാനാ പറയുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യും, നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യും, അപ്പൊ വരും. വേണമെങ്കിൽ ഒരു കാറ്റടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കിളി വന്ന് പറന്ന് വന്ന് അതിനൊന്ന് കൊത്തിയിട്ടിട്ടോ കാരൊക്കെ എന്ത് ചെയ്യാം, താഴോട്ടേക്ക് എടുത്തിടാം. പക്ഷെ അതല്ല ചെയ്തത്. പകരം എന്താ ചെയ്തത്? നീ ആ മരം നിന്ന് പിടിച്ചു കുലുക്കുക, അപ്പൊ അത് വരും. അതായത് പ്രവർത്തനം, നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തനങ്ങൾ, ആക്ഷൻസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ആക്ഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ആക്ഷൻസ് എടുക്കുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് റിവാർഡ്സ് എന്തായാലും ഉണ്ടാവും. ഉറപ്പാണ് റിവാർഡ്സ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പിരിച്വൽ ലെവലിൽ നമുക്ക് സൃഷ്ടാവുമായിട്ടുള്ള കൂടുതൽ കണക്ഷൻ ആണ് വേണ്ടതെങ്കിൽ നമ്മളിങ്ങനെ കുറേ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. കുറെ ഇബാദത്ത്, ആ ചെയ്യുന്ന ഇബാദത്തിൽ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് വേണം. അപ്പോഴാണ് ഇതെന്ത് സംഭവിക്കുക, അത് ശരിയായ രീതിയിൽ വേണം. അപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ട്, അതായത് നമ്മള് ഒരു 60 വർഷം കുറേ ഇബാദത്ത് അങ്ങോട്ട് ചെയ്തു, അങ്ങനെ ചെയ്ത് ആ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ ഒരു 60 മിനിറ്റ് നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. സൃഷ്ടാവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളിൽ നമ്മൾ ഒരു 60 മിനിറ്റ് നമുക്ക് ഇരിക്കുകയാണെങ്കിൽ അതിനാണ് കൂടുതൽ കൂലി എന്ന് പറയുന്നത്. അപ്പം ഒരു മൈൻഡ്ഫുൾനെസ് ഇല്ലാതെ കുറേ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും നമ്മൾ സൃഷ്ടാവിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ അതിനാണ് പ്രതിഫലം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ചിന്തകളിലൂടെ നമ്മൾ ആക്ഷൻ എടുക്കുകയാണ് അല്ലെ. ചിന്തിക്കാനും ഒരു എഫേർട്ട് വേണം. നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാൻ എഫേർട്ട് എടുക്കുന്നില്ല അല്ലെ. നമ്മളൊരു എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാൻ നമ്മൾ എഫേർട്ട് എടുക്കുന്നില്ല. നമ്മൾ ഇങ്ങനെയും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ചിന്തിക്കുക എന്നതുള്ളത് പോലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷനാണ്. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ടാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും ആക്ഷൻ ആണ് ഒരാളെ ഗോൾസിലേക്ക് അടുപ്പിക്കുന്നത്. ആക്ഷൻ ആണ് ഒരാളെ ദൈവത്തിലേക്ക്, പ്രവർത്തനങ്ങളാണ്. ദൈവവുമായിട്ട് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, എന്റെ ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടൊക്കെ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ആക്ഷൻസ് ആണ്. നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. നല്ല മാർക്കോട് കൂടി പാസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. അതേപോലെ ഈ എന്തിനും ഏതിനും നമ്മളെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് വേണം, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് വേണം. ഈ ആക്ഷൻസിലൂടെ മാത്രമേ നമുക്ക് എന്തെല്ലോ റിവാർഡ്സ് കിട്ടൂ, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അപ്പം എന്ത് ആണെങ്കിൽ കൂടി ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത് എന്നുള്ളതാണ്. എപ്പോഴും ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മളിലുണ്ട്, ഇങ്ങനെ ഒരു സൈക്കിൾ നമ്മളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് ബ്രേക്ക് ചെയ്യാൻ നമ്മളെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റും, എന്ത് ആക്ഷൻസ് എന്നിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ശരിയായ രീതിയിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ, അത് ഗോൾസ്, എന്ത് ഗോൾസ് ആണെങ്കിലും, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ നല്ല ആരോഗ്യം കിട്ടും. നമുക്ക് പഠിച്ച് ജീവിതത്തിൽ സക്സസ് ആവാനാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ നമ്മൾ എത്തും. ഒരു ജോലി നേടാനാണെങ്കിൽ അവിടെ നമ്മൾ എത്തും. ഇനിയിപ്പോ സ്പിരിച്വൽ ലെവലിൽ നമുക്കൊരു ദൈവവുമായിട്ട് നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനാണെങ്കിൽ അതിവിടെയും നമ്മൾ എത്തും. നമ്മുടെ ഭാഗത്ത് ആക്ഷൻ ഉണ്ടോ അവിടെ എന്തായാലും നമ്മൾ എത്തുന്നുണ്ട്. അത് നിരന്തരമായിട്ടുള്ള ആക്ഷൻ ആയിരിക്കണം. കണ്ടിന്യൂസ്ലി നമ്മൾ ഇങ്ങനെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് ഇന്ന് ആക്ഷൻ എടുത്ത് ഒരാഴ്ച റെസ്റ്റ്, ഈ ഒരു പരിപാടിയല്ല. ഇതൊരു പരിപാടിയേ അല്ല. കാരണം നമ്മൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പ്രോക്രാസ്റ്റിനേഷൻ ഉള്ള ആൾക്കാര് പ്രശ്നം അവർക്ക് ഡിസിപ്ലിനും അവർക്ക് ടൈം മാനേജ്മെന്റും അറിയില്ല എന്നേനും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് സമയം മാനേജ് ചെയ്യാൻ, കാരണം പഠിക്കാനുള്ളത് പഠിക്കാതെ അവൻ എന്തോ കളിച്ച് നടക്കുക. അവൻ ആ സമയത്ത് ഈ പണി ചെയ്തില്ലെങ്കിൽ എത്ര സുഖമായിരുന്നു. അതായത് സമയം സമയം മാനേജ് ചെയ്യാൻ അറിയില്ല. അതായത് ഡിസിപ്ലിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വിട്ടിട്ടുണ്ട്. ആക്ച്വലി പ്രോക്രാസ്റ്റിനേഷന്റെ പ്രശ്നം സമയമില്ലാത്തതോ സമയം മാനേജ്മെന്റ് അറിയാത്തതോ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ലാത്തതോ അല്ല.
ഡിസിപ്ലിൻ ഇല്ലാത്തതും അല്ല. ഇതാണ് പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇങ്ങനെ ആക്ഷൻസ് എടുത്ത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സമയം, ടൈം മാനേജ്മെന്റും ഇതേപോലെ തന്നെ നമുക്ക് ഡിസിപ്ലിനും നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഇതില് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താൻ പോകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഒരിക്കലും പോസ്റ്റ്പോൺ ചെയ്യില്ല, നമ്മൾ ഡിലേ ചെയ്യില്ല, നമ്മൾ നീട്ടി വെക്കില്ല, അത് അപ്പൊ തന്നെ ചെയ്യും. ഇപ്പൊ ഒരു ഭയങ്കര ഭക്ഷണപ്രേമി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാള് ഏഹ് ഏത് മൂലയിലാണെങ്കിലും ഇന്ന സ്ഥലത്ത് നല്ലൊരു അതിഗംഭീരമായിട്ട് എന്റെ അമ്മോ അടിപൊളി സാധനം, നല്ലൊരു ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം, നല്ലൊരു ബിരിയാണി, ഭയങ്കര രസമുള്ള ഒരു ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞാല് ഏത് മലയും ചുരയും താണ്ടിയിട്ട് അയാൾ അവിടെ പോയി അത് കഴിക്കും. ആ ഭക്ഷണ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് കഴിക്കാന്നുള്ളതാണ്. അതാണ് അയാളുടെ ഒരു ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം നമ്മളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുക, നമുക്ക് ചെയ്യാം നമ്മുടെ ഗോൾസിനെ നമ്മൾ ശരിയായി സ്നേഹിക്കുന്നുണ്ടോ, നമ്മൾ ശരിയായി ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തിനാണ് ഞാനത് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് അതിനെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യില്ല. ഇഷ്ടമില്ലെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എത്രയും നേരത്താണ് നമ്മൾ ചെയ്ത് തീർക്കാൻ നോക്കുക അല്ലെ. എത്രയും പെട്ടെന്ന് അവിടെ എത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് ടൂർ പോകാൻ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, പഠിച്ച് തീർത്ത് പിന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലേ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പൊ ഇല്ല, നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇഷ്ടമല്ല എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചു നോക്കുക. നമ്മളെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ, നമ്മളെ സെൽഫിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ, നല്ല തിരിച്ചറിവുണ്ടെങ്കിൽ, നല്ല അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഗോൾസ് വെക്കാൻ പറ്റൂ, അതിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ, അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ലോകത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ കുടുംബത്തിന്, കുട്ടികൾക്ക്, ഭർത്താവിന്, എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മുടെ പാരന്റ്സ്, ഇവർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ, ഇവർക്കൊക്കെ നമുക്ക് ചെയ്യുന്നത് നല്ല നമ്മളെ ഹൃദയശുദ്ധിയോട് കൂടിയിട്ട്, അതായത് മൈൻഡ്ഫുൾനെസ്സോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, ആ ചെയ്യുന്നതിൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്റെ ഇഷ്ടത്തിന് എന്ത് പറ്റി എന്ന് നമ്മൾ ആലോചിക്കണം. എവിടെ കുഴപ്പം പറ്റി, എന്ത് പറ്റി എന്ന് നമ്മൾ ആലോചിച്ച് അത് നമ്മൾ കറക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ സെൽഫിനെ കുറിച്ച് അറിയാനും സെൽഫിനെ മനസ്സിലാക്കാനും ഇങ്ങനെ ഒരു അവയർനെസ് നമ്മളിലേക്ക് കൊണ്ടുവരാനും ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക, ക്ലാരിറ്റി വരുത്തുക, വ്യക്തമായിട്ടുള്ള ഐഡിയാസ്, എന്താണ് നമ്മുടെ ഇഷ്ടങ്ങൾ, എന്താണ് നമ്മുടെ ശീലങ്ങൾ, എന്താണ് നമ്മുടെ സ്വഭാവങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ച് സെൽഫ് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ വർക്ക്ഷോപ്പ് ആണ് നെക്സ്റ്റ് വീക്ക് തുടങ്ങാൻ പോകുന്ന ബാച്ച് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എന്തെങ്കിലും ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് പറയാം. ഓക്കെ.